ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഷോർട്ട്സ് ഇട്ട് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് 2-3 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കായിട്ടും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബീഫ് നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് നമ്മൾ മാറ്റി വയ്ക്കാം. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കാം. പിന്നെ സബോള, തക്കാളി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഒരു സൈഡിൽ മാറ്റി വയ്ക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനാണ്. അപ്പോൾ വേവിച്ച ബീഫും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ഈ എണ്ണയിലോട്ട്, ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം നല്ലപോലെ ബ്രൗൺ കളർ ആവണം കേട്ടോ. പച്ചമണക്കൊന്ന് പോയി നല്ല ബ്രൗൺ കളർ ആവുമ്പോഴാണ് അതിൻ്റെ പാകം. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല വെളുത്തുള്ളി കുത്തും ഇഞ്ചി കുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഈ ഒരു പാകമാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സബോളയും പച്ചമുളകും നമ്മൾ ചേർത്ത് കൊടുക്കാം. ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ മല്ലിയില ചേർക്കണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റോസ്റ്റിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. പിന്നെ മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് കറിവേപ്പില ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. ഈ ഒരു ടൈമിലാണ് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മസാലകൾ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാരണം ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ബീഫും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ഇരിക്കട്ടെ. ഇപ്പോൾ നോക്കിയേ, നല്ല ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും വറ്റിച്ചെടുക്കണമെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് ഗ്രേവി ടൈപ്പിലും കൂടി വേണം കേട്ടോ. ഇത്രയും ആയ ശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്കതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കാരണം ഈ ഒരു ടൈമിലാണ് നമ്മുടെ എല്ലാ മസാലകളും ഒന്ന് യോജിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മറക്കാണ്ട് ചെയ്യണേ. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ബീഫ് റോസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുക്കിങ്ങിൻ്റെ A to Z അറിയാത്ത എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ബീഫ് റോസ്റ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്